പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. എറണാകുളത്തെ CPM നേതാവ് KJ ഷൈനെതിരായ അപവാദ പ്രചരണത്തിൽ അശ്ലീല കമന്റ് ഇട്ടവരുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു. 5 പേരുടെ മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തത്. ഒന്നാം പ്രതിയും കോൺഗ്രസ് പ്രവർത്തകനുമായ CK ഗോപാലകൃഷ്ണനെതിരെ കൂടുതൽ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, നിർണായകമായ നീക്കമാണ് ഇത്. പോസ്റ്റ് ഇട്ടവരുടെ മാത്രമല്ല, പോസ്റ്റിനടിയിൽ വന്ന് അശ്ലീല കമന്റ് ഇട്ടവരുടെയും ഫോണുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതെല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൂടിയാണ്, അല്ലേ ശരൺ? അരുൺകുമാർ, തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നത്. എന്തായാലും ഇന്നലെ KM ഷാജഹാന്റെ അറസ്റ്റിന്റെ കാര്യത്തിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടെങ്കിൽ പോലും ഈ അപവാദ പ്രചാരണത്തിലെ നടപടികളിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അശ്ലീല കമന്റ് ഇട്ട ആളുകളുടെ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നേരത്തെ KM ഷാജഹാൻ, അതായത് ഈ കേസിലെ പ്രതികളായ KM ഷാജഹാനും യാസിർ എടപ്പാളും ഒപ്പം തന്നെ CK ഗോപാലകൃഷ്ണനും ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകൾക്ക് താഴെയായിട്ട് കമന്റ് ഇട്ട ആളുകളുടെ മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. 5 പേരുടെ മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇവരെ പ്രതിയെടുക്കുന്ന കാര്യത്തിൽ വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അതായത് ഇത് സംബന്ധിച്ചുള്ള ഈ മൊബൈൽ ഫോണുകൾ പരിശോധിക്കേണ്ടതുണ്ട്, കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇവരെ പ്രതിയെടുക്കുക. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ CK ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചാണ്. CK ഗോപാലകൃഷ്ണൻ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ ശക്തമായ തെളിവുകൾ നിരത്തിയുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായ യാസിർ എടപ്പാളിന് വീണ്ടും നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇയാൾ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. ഇയാൾ ഇപ്പോഴും വിദേശത്താണെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. എങ്കിൽ പോലും വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, എന്ത് മനസ്സിലായി? ഇതേപോലുള്ള വൃത്തികെട്ട പോസ്റ്റുകൾക്ക് അടിയിൽ പോയിട്ട് ഒരു തരത്തിലുള്ള ബോധ്യവും ഇല്ലാതെ കമൻറ്റുകൾ ഇടുമ്പോഴും അശ്ലീല കമൻറ്റുകൾ ഇടുന്നവരും പ്രത്യേകം സൂക്ഷിക്കുക. പോലീസ് നിങ്ങളുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളും കുടുങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം നിങ്ങൾ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഇതേപോലുള്ള അശ്ലീല പോസ്റ്റുകൾക്ക് താഴെ പോയിട്ട് കമൻറ്റ് രേഖപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാം? എത്ര മനുഷ്യരാണ് ഫേക്ക് ഐഡികളിൽ നിന്ന് പിതൃശൂന്യ കമൻറ്റുകളുമായിട്ട് വരുന്നത്, അല്ലേ?